അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പെയ്തു തീരാത്ത വസന്തം. ധർമ്മ നിരാസത്തിൻ്റെ ഇഴയടുപ്പങ്ങൾ, അധർമ്മത്തിൻ്റെ മാറ്റൊലികൾ, ഇരുളിനെ ഗർഭം ധരിക്കുന്ന പുരുഷാരം ഈ വിഫൽക്കാലത്തിലേക്ക് വിശ്വനായകൻ ജാതനായി. ചരിത്രത്തിലെ ജഡജീവിതങ്ങളുടെ നേർരേഖ ചമച്ചിരുന്ന അഗ്നി അണഞ്ഞതും പൂജനീയമായി ജനം കരുതിയിരുന്ന ബിംബങ്ങൾ തകർന്നതും മറ്റും കാലത്തിന്റെ ധർമ്മത്തിലേക്കുള്ള രസതന്ത്രമാറ്റത്തിന്റെ ലയം ചെയ്യലായിരുന്നു ഈ പിറവി. ഈ പിറ പൂർണ്ണതയുടേതായിരുന്നു. അനാഥത്വത്തിന്റെ ചാപ്പല്യങ്ങളിൽ ഹോമിക്കപ്പെടാതെ ആന്തരിക ബാഹ്യ വളർച്ച പൂർത്തിയാവുമ്പോൾ ഇരുൾ വകഞ്ഞുമാറ്റി വെളിച്ചം തളിർക്കാനുള്ള പിറവി. ചിരകാല പ്രാർത്ഥനയിലായിരുന്നല്ലോ സമൂഹം പ്രവാചകാഗമനത്തിനായി. മക്ക ആഗ്രഹിക്കുകയായിരുന്നു മോചകനെ, തന്റെ പ്രതാപം വീണ്ടെടുക്കാൻ. കഅബയ്ക്ക് വേണ്ടിയിരുന്നു നവോത്ഥാന നായകനെ, തന്റെ മാറിടത്തിൽ ചാർത്തിയിരിക്കുന്ന ബിംബങ്ങളെ തകർക്കാൻ. ബിലാലിന് വേണ്ടിയിരുന്നു തന്റെ സ്വരമാതിരി മുഴക്കാൻ ഒരിടം. ജബൽ നൂറും ഗാറുസോറും ജബറുർ റഹ്മയും തപം ചെയ്യുകയായിരുന്നു സത്യനായകന്റെ സാമീപ്യത്തിനായി. വന്ധ്യമേഘങ്ങളെപ്പോലെ അലിവുപറ്റിയ അധികായകർക്ക് മുമ്പിൽ ആർദ്രത തേടുന്നവർക്ക് അത്താണിയായി അബ്ദുള്ളയുടെ ആൺതരി വരേണ്ടിയിരുന്നു. യസ്രിബിന് എന്നോ മോഹമുണ്ടായിരുന്നു, മോദമില്ലാത്ത നാമം മദീനയെന്ന് മാറ്റിപ്പറയാൻ. യഥാർത്ഥത്തിൽ ഏവരും സ്വാർത്ഥരായിരുന്നു, സ്വത്വമുണർത്താൻ വരുന്ന സത്യദൂതന് സ്വാഗതമോദാൻ. ആരംഭറസൂലുള്ള പിറന്നുള്ള ദിനമല്ലോ, ആനന്ദം മല തല്ലും സുദിനമല്ലോ. ഇന്ന് ആഹ്ലാദത്താലെ ഞങ്ങൾ മധുഹോതുന്നേ. ആരംഭറസൂലുള്ള പിറന്നുള്ള ദിനമല്ലോ, ആനന്ദത്താലെ ഞങ്ങൾ സുദിനമല്ലേ. ഇന്ന് ആഹ്ലാദത്താലെ ഞങ്ങൾ മധുഹോതുന്നേ. ആലങ്ങൾക്കകിലവും അനുഗ്രഹം ചൊരിഞ്ഞുള്ള അഹദിന്റെ തിരുദൂതർ പിറന്നതല്ലേ. മണ്ണിൽ അറിവിന്റെ തിരുനൂറ് പരന്നുവല്ലേ. ആലങ്ങൾക്കകിലവും അനുഗ്രഹം ചൊരിഞ്ഞുള്ള അഹദിന്റെ തിരുദൂതർ പിറന്നതല്ലേ. മണ്ണിൽ അറിവിന്റെ തിരുനൂറ് പരന്നുവല്ലേ. ആരംഭറസൂലുള്ള പിറന്നുള്ള ദിനമല്ലോ, ആനന്ദം മല തല്ലും സുദിനമല്ലോ. ഇന്ന് ആഹ്ലാദത്താലെ ഞങ്ങൾ മധുഹോതുന്നേ. അറിവിൻ പൊന്നൊളിയില്ല, അഹദൊന്നറിയില്ല, അനാചാരങ്ങളിൽ മുങ്ങി കുളിച്ചിടുന്നേ. അറിവിൻ പൊന്നൊളിയില്ല, അഹദൊന്നറിയില്ല, അനാചാരങ്ങളിൽ മുങ്ങി കുളിച്ചിടുന്നേ. അവിടം അഹദിന്റെ തിരുനൂറ് പരന്നിടുന്നേ. ആരംഭറസൂലുള്ള പിറന്നുള്ള ദിനമല്ലോ, ആനന്ദം മല തല്ലും സുദിനമല്ലോ. ഇന്ന് ആഹ്ലാദത്താലെ ഞങ്ങൾ മധുഹോതുന്നേ. മണിമക്കത്തുദിച്ചാട് മശഹൂറൻ നബിയോരെ, മദീനയിൽ മണം വീശി മയങ്ങുന്നോരേ. മണിമക്കത്തുദിച്ചാട് മശഹൂറൻ നബിയോരെ, മദീനയിൽ മണം വീശി മയങ്ങുന്നു
നബിയോരെ നാളെ കൗസറിൻ ജലം നൽകി തുണച്ചിടണേ. ആരംഭ റസൂലുള്ള പിറന്നുള്ള ദിനമല്ലോ, ആനന്ദം മലതല്ലും സുദിനമല്ലോ. ഇന്ന് ആഹ്ലാദത്താലെ ഞങ്ങൾ മദ്ഹോതുന്നേ. പേർവച്ചു വല്യുപ്പയ്ക്ക് മുമ്പേ പിതാവിന്റെ പരലോക പ്രയാണം. എന്നിട്ടും ആ അനാഥക്കുട്ടിക്ക് പേർവച്ചു വല്യുപ്പ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ സ്തുതിക്കപ്പെടുന്നവൻ. 6-ാം വയസ്സിൽ അബ്വാഇൽ ആമിന എന്ന മാതാവും അന്തരിച്ചു. എന്നിട്ടും ഈ ബാലൻ വളർന്നപ്പോൾ മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന് പറഞ്ഞു. ഹലീമ തന്റെ സ്ഥലങ്ങളിൽ നിന്ന് അമ്മിഞ്ഞയും സ്നേഹവും നൽകി കുഞ്ഞിനെ വളർത്തി. ഇടക്ക് നെഞ്ചു പുലർത്തി സംസമിൽ കഴുകി പൈശാചികതയെ തൂത്തെറിഞ്ഞു മാലാഖ ജിബ്രീൽ. ബാല്യത്തിന്റെ ബലഹീനതകളിൽ രമിക്കാത്ത കാലം. കാണുന്നവർക്കെല്ലാം കൗതുകമായി ബാലൻ. കാരണം കൈതവങ്ങളുടെ കാർമേഘങ്ങൾക്കിടയിൽ കിതച്ച് പിന്മാറുന്നവനല്ലിവൻ. അതിനാൽ അവന് പേർ വെച്ചു അൽ അമീൻ. ആത്മഹർഷങ്ങൾക്കപ്പുറം അപരനെ തിരഞ്ഞെടുത്തു അൽ അമീൻ. 15-ാം വയസ്സിൽ ഹർബുൽ ഫിജാറിലും പങ്കുകൊണ്ടു പ്രവാചകൻ. മക്കയിലെ വർത്തകയായിരുന്ന ഖദീജ ബിൻത് ഖുവൈലിദ് തന്റെ അടിമ മൈസറത്തിനൊപ്പം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഷാമിലേക്ക് കച്ചവടത്തിനയച്ചു. അതുവരെ ആർജിക്കാത്ത ആദായവുമായി ആഗതരായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും മൈസറത്തും. മൈസറത്തിന് 100 നാവായി. നബിയെ വാഴ്ത്താൻ വാക്കുകൾ മതിയാവാതെ വന്നു. മൈസറത്തിന്റെ വചനപ്രസാദം വർത്തകയായ ഖദീജയുടെ മനസ്സിനെയും കുളിരണിയിപ്പിച്ചു. അവിടെ മോഹം നാമ്പെടുത്തു. അങ്ങനെ പ്രവാചകന്റെ 25-ാം വയസ്സിൽ 40-ൽ എത്തിയ ഖദീജ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഖിയായി വന്നു. ജാഹിലിയ്യ കാലത്ത് തോഹിറ എന്നും പേരുണ്ടായിരുന്ന ഖദീജ 65-ാം വയസ്സിൽ വഫാത്താകും വരെ പ്രവാചകനൊപ്പം ജീവിച്ചു. ഖാസിം, അബ്ദുള്ള, സൈനബ്, റുഖിയ, ഉമ്മു കുൽസും, ഫാത്തിമ റളിയല്ലാഹു അൻഹും ഈ സന്തതികൾ പ്രവാചകനുണ്ടായത് ഖദീജ റളിയല്ലാഹു അൻഹയിൽ. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പിറന്നത് മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹയിലും. മക്കയിലെ മങ്കയിൽ നൂറാം മഹദിയിലാം കുലമഹിമയിൽ ജോറാം മാനിതരാം ഖുവൈലിദിൻ പുത്രി ഖദീജത്തുൽ കുബറ. മക്കയിലെ മങ്കയിൽ നൂറാം മഹദിയിലാം കുലമഹിമയിൽ ജോറാം മാനിതരാം ഖുവൈലിദിൻ പുത്രി ഖദീജത്തുൽ കുബറ. രാജാക്കൾ വമ്പരുമെത്തി രാജാത്തി കിളിയെ കഴിക്കണം വേളി. റാണിയാൽ സമ്മതം നൽകാതെ ഒഴിഞ്ഞു പിന്മാറി. മക്കയിലെ മങ്കയിൽ നൂറാം മഹദിയിലാം കുലമഹിമയിൽ ജോറാം മാനിതരാം ഖുവൈലിദിൻ പുത്രി ഖദീജത്തുൽ കുബറ. ഹമീദൻ നടിമയും കൂട്ടിന് ആ മരുഭൂവിൽ ഒട്ടകത്തെയും അന്നേരം ആകാശം കുടയായി റസൂലിൻ തണലായി. മക്കയിലെ മങ്കയിൽ നൂറാം മഹദിയിലാം കുലമഹിമയിൽ ജോറാം മാനിതരാം ഖുവൈലിദിൻ പുത്രി ഖദീജത്തുൽ കുബറ. ഒരുപാട് ലാഭം കൊയ്തി മക്കത്തേക്ക് നബി വന്നെത്തി. കൊട്ടാരത്തട്ടിൽ നിന്നും ഖദീജ കാണുന്നേ. ഒരുപാട് ലാഭം കൊയ്തി മക്കത്തേക്ക് നബി വന്നെത്തി. കൊട്ടാരത്തട്ടിൽ നിന്നും ഖദീജ കാണുന്നേ. അനുരാഗ സുമം വിടർന്നാടി ആശക തോഴികളോടവർ പാടി. അമ്പിയ രാജർ പൂമാനരത്തി പൂമണം പെയ്തിടുവാൻ
മക്കയിലെ മങ്കയിൽ നൂറാം മഹദിയിലാം കുലമഹിമയിൽ ജോറാം മാനിതരാം ഖുവൈലിദിൻ പുത്രി ഖദീജത്തുൽ കുബറ. ചെറിയ കാര്യങ്ങൾ വലിയ യുദ്ധങ്ങൾക്ക് വഴിവെക്കുന്ന മക്ക. അവർക്കിടയിൽ പുതിയ അസ്വസ്ഥത ഉടലെടുത്തു. അന്ന് നബിക്ക് വയസ്സ് 35. കഅബ പുനർനിർമ്മാണം കഴിഞ്ഞപ്പോൾ ഹജറുൽ അസ്വദ് ആര് വെക്കും? ഓരോ കുടുംബവും ആഗ്രഹിച്ചു അവർ സ്ഥാപിക്കാൻ. അവസാനം അക്രമോത്സുകരായവർക്കിടയിൽ നിന്നും അഭിപ്രായമുയർന്നു, ആദ്യം കഅബ കവാടം കടന്നു വരുന്നയാൾ കാര്യം തീരുമാനിക്കട്ടെ. ആഗതനായതോ അന്ത്യപ്രവാചകൻ. നീതിയുക്തമായൊരു നയം നബി നടപ്പാക്കി. ഹജറുൽ അസ്വദ് വസ്ത്രത്തിൽ വെച്ച് അറ്റം ഓരോ ഗോത്രക്കാരോടും പിടിപ്പിച്ച് തിരുകരങ്ങൾ കൊണ്ട് ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് സ്ഥാപിച്ചു. 40-ാം ആണ്ടിൽ നുബുവ്വത്ത്. വെളിച്ചത്തിനുമേൽ വെളിച്ചമായി ഹിറയിൽ നിന്നും വഴിഞ്ഞൊഴുകിയെത്തിയ പുതിയ പ്രഭാതം. ഖുർആൻ മോഹവലയത്തിന്റെ ജീവനിയായിരുന്നില്ല. വിശ്വസിച്ചവർക്കാർക്കും ഭഗ്നാശരാവേണ്ടി വന്നില്ല. ദൗത്യവാഹകൻ ഇറങ്ങി ഹിറയിൽ നിന്നും ഇതിഹാസം തീർക്കാൻ, പതിയെ ക്ഷണിച്ചു നോക്കി പുതിയ ദർശനം പുൽകാൻ. പതിതർക്ക് മടിയുണ്ടായിരുന്നില്ല. പക്ഷേ അധികാരവും അഹന്തയും പാത്തുവെച്ചവർ 18 പയറ്റാൻ തുടങ്ങി. പ്രമാണികളെന്ന് പറഞ്ഞവർക്ക് പദം വന്നില്ല. 3 വർഷത്തെ രഹസ്യ പ്രബോധനം ശേഷം സൂറത്ത് ഷൂറയിലെ വഅൻദിർ അശീറത്തക്കൽ അഖ്റബീൻ എന്ന 26-ാം സൂക്തത്തിലൂടെ പരസ്യ ബോധനത്തിനു പ്രാരംഭമായി. കഅബാലയം കാണിക്കണേ അല്ലാഹ്, കരുണാമൃതം വർഷിക്കണേ അല്ലാഹ്. കരൾ തേടും നീതാ, കൊതിയേറും നീതാ, മക്കം കാണാൻ വിധി കൂട്ടണേ അല്ലാഹ്. റൗള കാണിക്കണേ അല്ലാഹ്. കഅബാലയം കാണിക്കണേ അല്ലാഹ്, കരുണാമൃതം വർഷിക്കണേ അല്ലാഹ്. കരൾ തേടും നീതാ, കൊതിയേറും നീതാ, മക്കം കാണാൻ വിധി കൂട്ടണേ അല്ലാഹ്. റൗള കാണിക്കണേ അല്ലാഹ്. പാരിൻ നടുവിൽ പെരിയോനമൈത്ത പരിശുദ്ധ കഅബാലയം, പൂമാൻ റസൂലിൻ പാദം പതിഞ്ഞ പുകളേറും പുണ്യാലയം. പടപ്പുകൾ ലബ്ബൈക്ക് ചൊല്ലിയണയും തൗഹീദിന്റെ വാലയം. കണ്ണിൽ കാണിക്കു കഅബാലയം, കഅബാലയം കാണിക്കണേ അല്ലാഹ്. കരുണാമൃതം വർഷിക്കണേ അല്ലാഹ്. കരൾ തേടും നീതാ, കൊതിയേറും നീതാ, മക്കം കാണാൻ വിധി കൂട്ടണേ അല്ലാഹ്. റൗള കാണിക്കണേ അല്ലാഹ്. പണ്ട് ഖലീലിൻ കൈകളാൽ തീർത്ത ശാന്തി മന്ദിരമേ, പരനിൽ സുജൂദ് ചെയ്യാൻ നിദാനം കിബിലയാം സൗഭാഗ്യമേ. പരിശിൽ ഇഹ്റാമും കെട്ടിയണയും അഹദിന്റെ വന്യാലയം. കണ്ണിൽ കാണിക്കു കഅബാലയം, കഅബാലയം കാണിക്കണേ അല്ലാഹ്. കരുണാമൃതം
വർഷിക്കണേ അല്ലാ. കരൾ തേടുന്നീതാ കൊതിയേറുന്നീതാ മക്കം കാണാൻ വിധി കൂട്ടണേ അല്ലാ. റൗള കാണിക്കണേ അല്ലാ. താന്താങ്ങളുടെ താന്തോന്നിത്തരങ്ങൾ കൊണ്ട് തടുക്കാവുന്നതല്ല ഇസ്ലാം എന്നറിഞ്ഞ ഖുറൈശി കുബേരന്മാർ ജസീറത്തുൽ അറബിലെ ഇതര ജനത ഇസ്ലാം ആശ്ലേഷിക്കുന്നത് തടയാൻ വലീദ് ഇബ്നു മുഗീറയുടെ ഗേഹത്തിൽ സംഗമിക്കുകയും ഹജ്ജാജികളോട് പ്രവാചകൻ സാഹിറാണ് അഥവാ മാരണക്കാരാണെന്ന് പറയാമെന്നും തീർച്ചപ്പെടുത്തി. പക്ഷേ അതുകൊണ്ടൊന്നും ചിറകെട്ടാവുന്നതായിരുന്നില്ല ഈ പ്രവാഹം. നുബുവത്തിന്റെ 6-ാം വർഷം ദുൽഹിജ്ജ മാസത്തിൽ ഹംസ റളിയല്ലാഹുവിന്റെ ഇസ്ലാമിക ആശ്ലേഷണത്തിന് 3 ദിനം കഴിയവേ ഉമർ റളിയല്ലാഹുവിനും ഈ പ്രവാചകൻ സത്യദൂതരെന്ന് തിരിച്ചറിഞ്ഞ് വിശ്വസിച്ചു. വേട്ടക്കാർ വീണ്ടും വന്നു. ഇത്തവണ പീഡനം ബഹിഷ്കരണത്തിലൂടെയായിരുന്നു. ഷുഐബ് അബി ത്വാലിബിൽ 3 വർഷം മതിയായ ഭക്ഷണവും വെള്ളവുമില്ലാത്ത ദുരിത ജീവിതം. താഴ്വാരങ്ങൾക്കപ്പുറത്തേക്ക് അന്നത്തിനായുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും ദീനരോധനം കേൾക്കാമായിരുന്നുവെന്ന് ചരിത്രം. നബുവത്തിന്റെ 10-ാം വർഷം മുഹറം മാസം പക്ഷേ ബഹിഷ്കരണത്തിനായി കഅബയിൽ തൂക്കിയ കരാർ പിച്ചു ചീന്തപ്പെട്ടു. നുബുവത്തിന്റെ 10-ാം വർഷം പ്രവാചകന് താങ്ങായിരുന്ന 2 പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ ലോകത്തോട് യാത്രയായി. സ്വപത്നി ഖദീജ റളിയല്ലാഹു അൻഹയും പിതൃവ്യൻ അബൂ ത്വാലിബും. കേളടാ അബൂ ജാഹിലേ കേളടാ കൊടിയ കേളടാ കേളടാ ചടയാ മൂടാ കേളടാ കേളടാ അബൂ ജാഹിലേ കേളടാ കൊടിയ കേടാ കേളടാ ചടയാ മൂടാ കേളടാ കേളടാ അബൂ ജാഹിലേ കേളടാ കൊടിയ കേടാ കേളടാ ചടയാ മൂടാ കേളടാ തുടി തുടിക്കും പകയ കടുകടുക്കും ചെയ്യ തുടി തുടിക്കും പകയ കടുകടുക്കും ചെയ്യ ജഹലേ കേളടാ കേളടാ അബൂ ജാഹിലേ കേളടാ കൊടിയ കേടാ കേളടാ ചടയാ മൂടാ കേളടാ അബൂ ജാഹിൽ ചൊല്ലാൻ ഇബ്നു മസ്ഊദ് അവരോടുമെല്ലാം ചളിച്ചകത്ത പോലെ മാളിക്കിലപ്പവനെ ചടുമ്യ അത് വല്ല നാളും മാക്കസാക്കല്ല തഴക്കിലപ്പിലുടൻ കീഴേ മാറിന്തിടുമ്പോൾ തുളി തെളിന്തിടുന്നു ഏലമ്പൈ കടുകടുക അബൂ ജാഹിൽ ചൊല്ലാം ഇബ്നു മസ്ഊദ് അവരോടുമെല്ലാം അബൂ ജാഹിൽ ചൊല്ലാം ഇബ്നു മസ്ഊദ് അവരോടുമെല്ലാം ജഹലേ കേളടാ കേളടാ അബൂ ജാഹിലേ കേളടാ കൊടിയ കേടാ കേളടാ ചടയാ മൂടാ കേളടാ കേളടാ അബൂ ജാഹിലേ കേളടാ കൊടിയ കേടാ കേളടാ ചടയാ മൂടാ കേളടാ പ്രകാശം നിരന്തേ തുളിളയിൽ വിളന്തേ ഞാൻ വളർന്നേ അടും കിരീവനത്തിൽ കൂടും ഫയൽ ഗണത്തിൽ അജമൈത്തിടുവോനെ ആ ജന്മത്തരശാനെ ഇടും ജോഗീയ സ്ഥാന പീഠം നെഞ്ചിൽ കേറി ഇരുപാനുറച്ച നിന്നോടുരപ്പാനെ എളുന്തപ്പോൾ കൗട അനതുമിപ്പോൾ എവിട ഏടാ കളിയ കൊളിയ മുഖച്ചുളിയ കളിയ എന്നും കേളടാ കേളടാ അബൂ ജാഹിലേ കേളടാ കൊടിയ കേടാ കേളടാ ചടയാ മൂടാ കേളടാ കേളടാ അബൂ ജാഹിലേ കേളടാ കൊടിയ കേടാ കേളടാ ചടയാ മൂടാ കേളടാ തുടി തുടിക്കും പകയ കടുകടുക്കും ചെയ്യ തുടി തുടിക്കും പകയ കടുകടുക്കും ചെയ്യ ജഹലേ കേളടാ കേളടാ അബൂ ജാഹിലേ കേളടാ കൊടിയ കേടാ കേളടാ ചടയാ മൂടാ കേളടാ. അറബികളുടെ അമരം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ അമരുമെന്ന് പേടിച്ച ഖുറൈശി പ്രമാണികൾ പ്രവാചകനെ വകവരുത്താൻ തീരുമാനിച്ചു. പലരും പല ഉപായങ്ങളും പങ്കുവച്ചു. അവസാനം പകരം ചോദിക്കാൻ കഴിയാതിരിക്കാൻ പല ഗോത്രങ്ങളിലുള്ളവർ കൊലയിൽ പങ്കാളികളാകാൻ തീരുമാനമായി. പക്ഷേ
നിയന്താവിന്റെ നിർണയം മറ്റൊന്നായിരുന്നു. നീതിമാനായ നബി അലി റളിയല്ലാഹു അൻഹുവിനെ വിരിപ്പിൽ കിടത്തി ഖുറൈശികൾ ഏൽപ്പിച്ച സംഖ്യകൾ തിരിച്ചു നൽകാൻ കൽപ്പിച്ച് യാത്രയായി. മാനവനെ മാറ്റാനുള്ള യാത്ര, മദീനയിലെ മധുവാകാനുള്ള യാത്ര. പക്ഷേ പലായനം അത്ര സുഖകരമായിരുന്നില്ല. കാരണം പതഞ്ഞുകൊണ്ടിരിക്കുന്ന ഖുറൈശികൾ പിടിച്ചുകെട്ടാൻ പല വഴികൾ പരതുന്നു. പ്രവാചകൻ പ്രിയൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി രാത്രി പ്രയാണമായി. ഇത് ജീവിതത്തിന്റെ 53-ാം ആണ്ടിൽ മക്കയിൽ നിന്ന് എതിർദിശയിൽ സ്ഥിതി ചെയ്യുന്ന ഗാർ സൗറിൽ 3 ദിവസം പാർപ്പ്. ഈ യാത്ര ഒരു തിങ്കളാഴ്ച. ഈ തിങ്കൾ പിറന്നതും തിങ്കളാഴ്ച, നബിയായതും തിങ്കളാഴ്ച, മദീനയിലെത്തിയതും തിങ്കളാഴ്ച, റഫീഖുൽ അഅലയിലേക്ക് നീങ്ങിയതും തിങ്കളാഴ്ച. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പാമ്പിന്റെ കടിയേറ്റതും ചിലന്തിയും പ്രാവും പാറാവ് നിന്നതും ചരിത്രത്തിലെ ഓർമ്മക്കുറിപ്പുകൾ. ശത്രുവിന്റെ പാദം കണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അകം പുകഞ്ഞു. പ്രവാചകരെ, അവരൊന്ന് കീഴ്പോട്ട് നോക്കിയാൽ കാണുമല്ലോ നമ്മളെ. അള്ളാഹു മൂന്നാമനായുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിവചനം. അന്വേഷണത്തിന്റെ അലകും പിടിയും നഷ്ടപ്പെട്ട ശത്രുപക്ഷം 100 ഒട്ടകങ്ങളെ ഇനാം പ്രഖ്യാപിച്ചു. 2 ആളുകളുടെ നിഴൽവെട്ടങ്ങൾ തീരത്ത് ഞാൻ കണ്ടുവെന്ന് കൂട്ടുകാർക്കൊപ്പം വെടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സുറാഖയോട് ഒരാൾ വന്ന് ഓർമ്മിപ്പിച്ചു. അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായിയുമാണെന്നാണ് എന്റെ അനുമാനം. അയാൾ സുറാഖയെ ഉണർത്തി. ഉള്ളിൽ അതവരെന്ന ഉത്തമ വിശ്വാസമുറപ്പിച്ച് സുറാഖ പറഞ്ഞു, അതിപ്പോൾ ഇതുവഴി കടന്നുപോയ ഞാൻ അറിയുന്ന 2 പേരല്ലേ? അല്പസമയത്തിന് ശേഷം പതിയെ അവിടെ നിന്നും സുറാഖ തടിയൂരി പ്രവാചകനെ പിടിക്കാൻ പിന്നാലെ കൂടി. പ്രവാചകനെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും പ്രാപ്യമാകുന്ന ഘട്ടമെത്തവേ മണലിൽ താഴ്ന്നു പോകുന്ന കുതിരയുടെ കുളമ്പുകൾ ആവത് ശ്രമിച്ചിട്ടും പുറത്തെടുക്കാനാവുന്നില്ല. പരാജയം സമ്മതിച്ച് 10 മടക്കിയ സുറാഖക്ക് പ്രവാചകനൊരു പാരിതോഷികമുണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ചു. കൈഫ ബിക ഇദാ ലബിസ്ത സിവാറൈ കിസ്റ. സുറാഖ, എങ്ങനെയിരിക്കും കിസ്റയുടെ 2 വളകൾ നിന്നെ ധരിപ്പിച്ചാൽ? കാലമീ കൗതുകത്തിന് കാതോർക്കുകയായിരുന്നു. ഗ്രീഷ്മവും വസന്തവും കടന്ന് ഊഷരതയും ഉർവരതയും കണ്ട് സംഘട്ടനങ്ങളും സന്തോഷങ്ങളും മാറിമറിഞ്ഞ് സന്താപത്തിന്റെ സകല സീമകളും ഭേദിച്ച് സത്യദൂതൻ കടന്നുപോയി. കാർക്കശ്യത്തിന്റെയും കാരുണ്യത്തിന്റെയും കർമ്മയോഗി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം. സുറാഖക്ക് കാത്തുവച്ച നിധി ആ കൈകളിൽ അണിയിക്കാൻ കാലമായി. തന്റെ പക്കൽ വന്ന വളകൾ നോക്കി ഉമർ റളിയല്ലാഹു അൻഹു ഉറക്കെ ചോദിച്ചു, അയിന സുറാഖത്ത് ബിൻ ജാഷം? എവിടെ സുറാഖത്ത് ബിൻ ജാഷം? കിസ്റ ബിൻ ഹുർമസിന്റെ കൈകളിൽ നിന്നൂരി ബനി മുദ്രദിലെ അറാബിയുടെ കൈകളിൽ ഇത് ധരിപ്പിച്ചവന് സർവസ്തുതിയും. ആർദ്രമായി സർവശക്തനെ സ്തുതിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. പ്രവാചകന്റെ പലായനം പിന്നെയും തുടർന്നു. പാതയോരത്ത് വഴിയാത്രികർക്ക് പാനീയം നൽകിയിരുന്ന ഉമ്മു മഅബദ് അഥവാ ആത്തിക ബിൻതു ഖലഫിനെ നോക്കി പ്രവാചകൻ ചോദിച്ചു, അല്പം പാൽ തരുമോ കുടിക്കാൻ? അതിന് ആടുകൾക്ക് അകിടുപറ്റിയല്ലോ ചുരത്താനാവാത്ത വിധം. ആത്തിക്കയുടെ മറുപടി, എനിക്ക് കറക്കാവോ? നബി ചോദിച്ചു. ആയിക്കോട്ടെ. ഉമ്മു മഅബദ് ഒട്ടിയ അകിടുകളിൽ നിന്ന് ഒലിച്ചിറങ്ങിയ പാൽ മതിവരുവോളം ഏവരും കുടിച്ചു. തിരുകര സ്പർശനമേറ്റ് ഭാഗ്യം നേടിയ ആടിന്റെ അന്ത്യവും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തന്നെ. സ്നേഹമളക്കാൻ ഒരു മാപ്പിനിയുണ്ടായിരുന്നെങ്കിൽ ആ സീമകൾക്കപ്പുറമായിരിക്കും മദീനക്കാരുടെ സ്നേഹം. കാത്തിരിപ്പിന്റെ തീവ്രതയ്ക്ക് തിരശീലയുണ്ടെങ്കിൽ അതിനുമപ്പുറമായിരിക്കും മദീനക്കാരുടെ കാത്തിരിപ്പ്. കാത്തിരിപ്പിനൊരു പൂരണം പറയണമെങ്കിൽ മദീനക്കാരുടെ ഈ നിമിഷങ്ങളെ നമുക്ക് പകർത്തിവെക്കാം. അവർ കാത്തിരുന്നു കാലം മായ്ക്കാത്ത മഹത്തുക്കളെ വരവേൽക്കാൻ. ദഫുകളുടെ നാദം ദർവീഷുകൾ കുഹിക്കാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. മദീന മനം നിറഞ്ഞു പാടി പൂർണേന്ദുവേ സ്വാഗതം. ഔസും ഖദ്റജും ചീറ്റപ്പുലികളായിരുന്നുവെങ്കിൽ പ്രവാചകാഗമനത്തോടെ ഇഴപിരിയാനാവാത്ത വിധം ഇഴകിച്ചേർന്നു. ഹാഷിർ മുഹമ്മദിന്റെ ആഗമനം കണ്ട് ഹസിതങ്ങൾ പൂത്ത അൻസാരികൾ അക്കവന്റെ ആറ്റൽ റസൂലെന്നറിഞ്ഞപ്പോൾ ചൊല്ലുന്നു യാ നബിയേ സലാം. പൊക്കൽ കോടി ബന്ധം വെട്ടി മുറിച്ചിട്ട് മക്കം നബിയെ പിന്തള്ളുമ്പോൾ പൊട്ടാത്ത സ്നേഹത്തിൻ ഹൃദയത്താൽ മദീന മൊഴിയുന്നു യാ നബിയേ സലാം. ഹാഷിർ മുഹമ്മദിന്റെ ആഗമനം കണ്ട് ഹസിതങ്ങൾ പൂത്ത അൻസാരികൾ
അക്കവൻ്റാറ്റൽ റസൂലെന്നറിഞ്ഞപ്പോൾ ചൊല്ലുന്നു യാ നബിയേ സലാം. ഉത്തമ സത്യസ്വരൂപർ മുഹമ്മദും ഉറ്റ ചങ്ങാതിയാം സിദ്ദീഖുൽ അക്ബറും. ഉത്തമ സത്യസ്വരൂപർ മുഹമ്മദും ഉറ്റ ചങ്ങാതിയാം സിദ്ദീഖുൽ അക്ബറും. പരതി നടക്കും കുഫറിൻ കൺവെട്ടിച്ച് പരലോക ജീവിത സൗഖ്യത്തെ കാക്ഷിച്ച് സാഹസപ്പെട്ടുകൊണ്ട് ഇരുപേരും സൗരല്ലൊളിക്കുന്നുണ്ട്. ഉറ്റോരുടെയോരും നാട്ടുകാരെല്ലാരും കാട്ടിയ കൊടിയൊരു ഹീലത്ത് ഉള്ളിൽ നീനച്ചപ്പോൾ ചെമ്മലർ ത്വാഹാവിൽ താങ്ങാനാവാത്ത മൂഷക്കത്ത്. ഹാഷിർ മുഹമ്മദിൻ ആഗമനം കണ്ട് ഹസിതങ്ങൾ പൂത്ത അൻസാരികൾ. അക്കവൻ്റാറ്റൽ റസൂലെന്നറിഞ്ഞപ്പോൾ ചൊല്ലുന്നു യാ നബിയേ സലാം. ഒട്ടേറെ രാവാതിൽ പട്ടിണി കെട്ടിട്ടും ഒട്ടിയ വയറാതിൽ കരികല്ല് കെട്ടിയിട്ടും. ഒട്ടേറെ രാവാതിൽ പട്ടിണി കെട്ടിട്ടും ഒട്ടിയ വയറാതിൽ കരികല്ല് കെട്ടിയിട്ടും. ഒട്ടും കനിവില്ലാതെ മർദ്ദനം ചെയ്തിട്ടും നബിയോർ തളർന്നിട്ടില്ല. ഹക്കിൻ്റെ പാത വിട്ടൊഴിഞ്ഞിട്ടില്ല. അന്നല്ലാഹുവിനൊഴിയുമായി വന്നെത്തി രാജമലക്ക് ജിബീരില്. ആറ്റൽ ഹബീബോരെ ഉടനടി പോകണം ഉമ്മുൽ ഖുറ വിട്ട് മദീനത്ത്. ഹാഷിർ മുഹമ്മദിൻ്റെ ആഗമനം കണ്ട് ഹസിതങ്ങൾ പൂത്ത അൻസാരികൾ. അക്കവൻ്റാറ്റൽ റസൂലെന്നറിഞ്ഞപ്പോൾ ചൊല്ലുന്നു യാ നബിയേ സലാം. പൊക്കിൽ കോടി ബന്ധം വെട്ടി മുറിച്ചിട്ട് മക്കം നബിയെ പിന്തള്ളുമ്പോൾ പൊട്ടാത്ത സ്നേഹത്തിൻ ഹൃദയത്താൽ മദീന മൊഴിയുന്നു യാ നബിയേ സലാം. താളത്തിലൊരു മതം വെച്ച് നീട്ടിയതാണ് മക്കക്കാർക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. താളബോധം തെറ്റിയ ഖുറൈശി തമ്പ്രാക്കൾ തമസ്കരിക്കാനാണ് തുരുക്കം കാട്ടിയത്. നാടുവിട്ടു പോന്ന തങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് തരളിതമാവേണ്ടതായിരുന്നു മക്കയുടെ മനസ്സ്. പക്ഷേ തലയെടുക്കാൻ വരികയായിരുന്നു ബദറിൽ. ഇത് ഹിജ്റ 2-ാം വർഷം റമളാൻ 17-ന്. ആർപ്പുവിളികളോടെ വന്നവർക്ക് ആർത്തനാദവുമായി തിരിക്കേണ്ടി വന്നു. ബദർ 14 മുസ്ലിങ്ങളുടെ ഷഹാദത്തിന് സാക്ഷ്യം വഹിച്ചു. 6 മുഹാജിറുകൾ, 8 അൻസ്വാരികൾ. മുശ്രിക്കുകളിൽ 70 പേർ വധിക്കപ്പെടുകയും 70 പേർ ബന്ദികളാക്കപ്പെടുകയും ചെയ്തു. ആരവങ്ങളടങ്ങിയില്ല. ബദറിന്റെ ബാക്കി ഉഹദിലേക്ക് നീക്കിവെച്ചു. അങ്ങനെ ഉറഞ്ഞു തുള്ളാൻ ഹിജ്റ 3-ാം വർഷം ശവ്വാലിൽ അവർ ഉഹദിലുമെത്തി. 70 മുസ്ലിങ്ങൾ ഉഹദിൽ ഈ ഉമ്മത്തിനു വേണ്ടി മരണം വരിച്ചു. 22 മുശ്രിക്കുകൾ ഉഹദ് രണാങ്കളത്തിൽ മയ്യത്തായി. ഉഹദിൽ മാലിക് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു പ്രവാചകരുടെ രക്തം കുടിച്ചു. എന്റെ രക്തം നിങ്ങളുടെ രക്തവുമായി ചേർന്നതിനാൽ അഗ്നിസ്പർശിക്കില്ലെന്ന് പ്രവാചക പുങ്കവൻ. ഹിജ്റ 5-ാം വർഷം ഉഗ്രമായൊരു പടയുമായി മദീനയെ ലക്ഷ്യമാക്കി ഖുറൈശിപ്പട. പടപ്പുറപ്പാടറിഞ്ഞ പ്രവാചകൻ പതറാതിരിക്കാൻ പുതുവഴിക്കായി പല വഴി ആരാഞ്ഞു. പേർഷ്യയിലെ പോർക്കളങ്ങളിൽ പരീക്ഷിക്കുന്ന ഖന്ദഖ് അഥവാ കിടങ്ങ് കുഴിക്കാമെന്ന നിർദ്ദേശം സൽമാനുൽ ഫാരിസി മുന്നോട്ട് വെച്ചു. ദൂതർക്കും സഹാബക്കും സ്വീകാര്യമായിരുന്നു ആ വഴി. ഹിജ്റ 6-ാം വർഷം ദുൽഖഅദ മാസം ശാന്തിയുടെയും സമാധാനത്തിന്റെയും തിരുദൂതർ ഹുദൈബിയ സന്ധി സഫലമാക്കി. അരുതായ്മകൾക്കൊരു അതിരുവെക്കാത്ത ഖൈബറുകാരുമായുള്ള യുദ്ധം ഹിജ്റ 7-ാം വർഷം മുഹറം മാസത്തിൽ. അതേ വർഷം ഉംറത്തുൽ ഖളാഉ. പടിയടച്ച് ആട്ടിപ്പായിപ്പിച്ച നാട്ടിലേക്ക് അഹങ്കാരമേതുമില്ലാതെ അന്ത്യദൂതൻ കടന്നു ചെന്നു. സ്നേഹത്തിന്റെ വചനങ്ങൾ കൊണ്ട് മക്കയുടെ മരുപ്പറമ്പിന്റെ ദാഹമകറ്റി പ്രവാചകൻ. കണ്ണീരുപ്പിന്റെ കിരാതത്വത്തിന് പകരം സാഹോദര്യത്തിന്റെ തുഷാരമേകി നായകൻ. അങ്ങനെ മക്ക വിജയവും നടന്നു. ഫത്വ മക്ക ഹിജ്റ 8-ാം വർഷം.
ഹുനൈനിലെ ഹുങ്കാരികൾക്ക് മറുപടി നൽകി ഹിജ്റ 8-ാം വർഷം. 9-ാം വർഷം അങ്ങകലെ തബൂക്കിലേക്കൊരു പടയണി. മോഹഭംഗം വന്നവർക്ക് അതിരുകളില്ലാത്ത ആകാശം നൽകിയ പ്രവാചകൻ, അറിവിന്റെ അനന്തമായ നഭസ്സുകൾ തുറന്ന അധ്യാപകൻ, അശരണർക്ക് അവലംബമായ അത്താണി, അഹങ്കാരികൾക്ക് അറുതി വരുമെന്ന് അറിയിച്ച അമരനായകൻ, അകംപുറം അശുദ്ധമാവാതെ അണയനം ഖബറിലേക്കെന്ന് പഠിപ്പിച്ച പരിത്യാഗി, ഇഹലോകം ഇട്ടേച്ചു പോവാനുള്ളതെങ്കിലും തൃണവൽഗണിക്കരുതെന്ന് പൊഴിഞ്ഞ തികഞ്ഞ അധ്വാനി, മാർജാര പദവിന്യാസത്തോടെ മരണം പിന്നിലുണ്ടെന്ന് ഓർമ്മിപ്പിച്ച മഹാമനീഷി. ഹിജ്റ 10-ാം വർഷം. മറുമരുന്നായി മറ്റൊരു പ്രവാചകൻ വരാത്ത മടക്കം. നബിയെ, ഓർമ്മകളുടെ ഏത് കോണിനെയാണ് ഞങ്ങൾ അവഗണിക്കുക? നബിയെ, ഏതു മരുപ്പറമ്പിലും മനം കുളിർക്കാൻ അങ്ങയുടെ ഓർമ്മകൾ മാത്രം മതിയല്ലോ. നബിയെ, സ്നേഹബാഷ്പകണങ്ങൾക്ക് അക്ഷരമുണ്ടായിരുന്നെങ്കിൽ അത് നിരത്താൻ ഒരാൾക്കും ആവുമായിരുന്നില്ലല്ലോ. നബിയെ, അങ്ങേ അറിഞ്ഞതിലും എത്രയോ അറിയാതെ നിൽക്കുന്നു. ഞങ്ങൾ അറിയുന്നു ഞങ്ങളുടെ അറിവിൻ്റെ അല്പത്തരം ആഴമേറിയതാണെന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.